നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കിലിൻ എംബാപ്പയുടെ പ്രകടനം മോശമായി കാണാൻ കുറേ ആളുകൾ കാത്തിരിപ്പാണ്. അതെപ്പോഴും അങ്ങനെയാണ്. അതിന് പല കാരണങ്ങളുണ്ട് കേട്ടോ. പക്ഷേ എംബാപ്പെ അതിനധികം അവസരം കൊടുക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. റയലിലെത്തിയിട്ട് ഗോളടിക്കാൻ ബുദ്ധിമുട്ടുന്നു എന്നുള്ളത് തുടക്കത്തിൽ അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിട്ടുണ്ട്. ശരിയാണ്, അത് ലാലിഗയിൽ. പക്ഷേ ഇപ്പോൾ കാര്യങ്ങളൊക്കെ മാറി. കഴിഞ്ഞ 7 കളികളിൽ നിന്ന് 5 ഗോളുകളായി അദ്ദേഹം റയലിന് വേണ്ടി നേടുന്നു. മിന്നും ഫോമിലേക്ക് എംബാപ്പെ മാറിക്കഴിഞ്ഞു എന്നർത്ഥം. ഇന്നലെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ അടിച്ച് അദ്ദേഹം മഹാരഥന്മാർക്കൊപ്പം ഇടം പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. എംബാപ്പെ കളി കഴിഞ്ഞിട്ട് പറഞ്ഞത്, എനിക്കിനിയും കൂടുതൽ ഗോളുകൾ നേടാൻ പറ്റും, എനിക്കത് ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പുണ്ട്, ഐ ആം ഹാപ്പി ഹിയർ എന്നാണ് അദ്ദേഹം കളി കഴിഞ്ഞിട്ട് പറഞ്ഞത്. എംബാപ്പെ ഇപ്പോൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ 49 ഗോളുകൾ നേടിക്കഴിഞ്ഞു. അതിൽ 6 ഗോളുകൾ വന്നത് മൊണാക്കോയ്ക്ക് വേണ്ടി കളിക്കുന്ന ഘട്ടത്തിലാണ്. 42 ഗോളുകൾ അദ്ദേഹം UCL PSG വേണ്ടി നേടിയിട്ടുണ്ട്. ഇപ്പോഴിതാ റയലിന് വേണ്ടി ഒരു ഗോള്. അങ്ങനെ 49 ഗോളുകളിലേക്ക് അദ്ദേഹം എത്തിക്കഴിഞ്ഞു. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഓൾ ടൈം ടോപ്പ് സ്കോറേഴ്സ് ലിസ്റ്റിൽ കിലിയൻ എംബാപ്പെ 11ാം സ്ഥാനത്താണ്. ചെറിയ പ്രായമാണ്, നീണ്ടുകിടക്കുകയാണ് കരിയർ. സോ പലരുടെ റെക്കോർഡിനും ഭീഷണിയാവും എംബാപ്പെ എന്ന് ഉറപ്പാണ്. 11ാം സ്ഥാനത്ത് അദ്ദേഹം നിൽക്കുന്ന ആരോടൊപ്പമാണെന്നറിയാമോ? ഇതിഹാസ പുരുഷൻ ആൽഫ്രഡോ ഡി സ്റ്റെഫാനോക്കൊപ്പമാണ്. ഡി സ്റ്റെഫാനോയും 49 ഗോളുകളാണ് UCL നേടിയിട്ടുള്ളത്. സ്ലാട്ടൻ ഇബ്രാഹിമോവിച്ച് 49 ഗോളുകളാണ് നേടിയിട്ടുള്ളത്. ഇവരൊക്കെ ഇങ്ങനെ 11ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. അതേസമയം പല മഹാരഥന്മാരും എംബാപ്പയ്ക്ക് പുറകിലാണ്. നോക്കുക, സല 48 ഗോളുകളേ ഉള്ളൂ. ദ്രോഗ്ബ ആകെ 44 ഗോളുകൾ അടിച്ചിരുന്നത്. അഗ്യൂറോ 47 ഗോളുകളാണ് അടിച്ചിരുന്നത്. നെയ്മർ ജൂനിയർ 43 UCL ഗോളുകളേ ഉള്ളൂ. ഇവരെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അതിവേഗം ഹാലൻഡ് കുതിച്ചു വരുന്നുണ്ട്. അത് വേറൊരു കാര്യം, അതവിടെ നിൽക്കട്ടെ, നമുക്ക് വേറെ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. എന്തായാലും എംബാപ്പെ ഇപ്പോൾ ഡി സ്റ്റെഫാനോക്കൊപ്പം 11ാം സ്ഥാനത്ത് നിൽക്കുന്നു. തൊട്ട് മുകളിൽ ഇപ്പോൾ ഇൻസാഗി ഉണ്ട്. ഫിലിപ്പെ ഇൻസാഗി 50 ഗോളുകൾ, ഹെൻറി 51 ഗോളുകൾ, മുള്ളർ 54 ഗോളുകൾ. ഇവരുടെയൊക്കെ കണക്കുകൾ ഒരു പക്ഷേ ഈ സീസണിൽ തന്നെ എംബാപ്പെ മറികടന്നേക്കാം. കാരണം ഇപ്പോൾ പഴയ പോലെയല്ല, UCL ലീഗ് ഘട്ടത്തിൽ തന്നെ 8 മത്സരങ്ങളുണ്ട് എന്ന കാര്യം കൂടി ഓർക്കുക. എന്തായാലും എംബാപ്പെ കുതിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ പോലെ കൂടുതൽ ഗോളുകൾ വരും, അതുറപ്പ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവെത്താം.